മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരത്തിൽ കർശന നടപടിയുമായി സംസ്ഥാന സർക്കാർ. സമരം നേരിടാൻ ആരോഗ്യവകുപ്പ് ഡയസ്-നോൺ നിർബന്ധമാക്കി. സമരം ചെയ്യുന്ന ഡോക്ടർമാരുടെ പട്ടിക കൈമാറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൽ പുറമെ വിവരങ്ങളുമായിട്ട് അമൽ. തിരുവനന്തപുരം, കോഴിക്കോടൊക്കെ മെഡിക്കൽ കോളേജുകളിൽ രോഗികൾ വലിയ ദുരിതത്തിലാണ്. അടിയന്തര ശസ്ത്രക്രിയ അടക്കം നിർത്തിവെച്ച് സമരത്തിലേക്ക് കടക്കുന്നു. സ്വാഭാവികമായിട്ടും സർക്കാരിന് അതിൽ ഇടപെട്ടേ മതിയാകൂ എന്നതിലും തർക്കമില്ല. രോഗികളുടെ ഒരു ആവശ്യമാണല്ലോ പ്രധാനമായിട്ടും ഉള്ളത്. പക്ഷേ ഇത് എത്രയോ തവണ ചർച്ചകൾ നടത്തിയിട്ടാണ് അവർ ഈ സമരങ്ങളിലേക്ക് പോയത് എന്നതും അതിലൊന്നും പരിഹാരം കാണാത്തതുകൊണ്ടാണ് ഈ സമരത്തിലേക്ക് പോയതെന്നും വസ്തുതയാണ്. എന്താണ് സർക്കാർ തീരുമാനം? സമരക്കാർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർക്കാർ ഡോക്ടർമാർ പ്രതിഷേധത്തിലാണ്. KGM-CTIയുടെ നേതൃത്വത്തിൽ OP ബഹിഷ്കരിച്ചുള്ള സമരം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അതിനുശേഷം സർക്കാർ വിഷയത്തിൽ വീണ്ടും ഇടപെടുന്നില്ല എന്നൊരു പ്രതിഷേധമാണ് ഇപ്പോൾ എന്തായാലും KGM-CTIക്കുള്ളത്. അതിനാൽ തന്നെ ഇപ്പോഴത്തെ സമരം, OP ബഹിഷ്കരിച്ചുള്ള സമരം കുറച്ചുകൂടി കടുപ്പിക്കുക എന്ന തീരുമാനമാണുള്ളത്. ഇപ്പോൾ പുതിയതായി പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവുണ്ട്. തരുൺലാൽ എസ് അഡീഷണൽ സെക്രട്ടറിയാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ആരോഗ്യ വകുപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് സമരം ചെയ്യുന്ന ഡോക്ടർമാർക്ക് ഡയസ്-നോൺ നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് കൂടുതൽ കർശനമായി നടപ്പാക്കണം എന്നുള്ളതാണ്. അതായത് സമരത്തെ നേരിടുക എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെ ആരോഗ്യവകുപ്പ് എത്തിയിരിക്കുന്നു. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഡോക്ടർമാരുടെ പട്ടിക എത്രയും വേഗം കൈമാറണം എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയിരിക്കുന്ന ഈ പറയുന്ന ഉത്തരവിൽ പറയുന്നത്. എല്ലാ ആളുകളുടെയും ഇന്ന് തന്നെ ആ പട്ടിക തയ്യാറാക്കണം എന്നുള്ളതാണ് പറയുന്നത്. ചില ഡോക്ടർമാർ KGM-CTIയുടെ ഭാഗമായി നിൽക്കുന്ന ചില ഡോക്ടർമാർ ഈ ഒപ്പിട്ടതിന് ശേഷം സമരത്തിൽ പങ്കെടുക്കുന്നു. ഈ അടിയന്തര ശസ്ത്രക്രിയ അടക്കമുള്ളവയിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് അനുവദിക്കാനാകില്ല. അതിനാൽ തന്നെ ഡയസ്-നോൺ നിർബന്ധമാക്കുന്നതിന്റെ ഭാഗമായി കർശന നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുമുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ചില ഡോക്ടർമാർ ഇത്തരത്തിൽ ഒപ്പിട്ട് മുങ്ങുന്നു എന്നുള്ളതാണ്, സമരത്തിൽ പങ്കെടുക്കാനായി മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ വിമർശനം. എന്തായാലും സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ